നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. മോരുകറിയുടെ റെസിപ്പിയാണ് ഇന്ന്. മഞ്ഞൾപ്പൊടി ചേർക്കാതെയാണ് കേട്ടോ ഞാൻ ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ എല്ലാവരും. എങ്ങനെയാണ് ഈ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അരക്കപ്പ് നാളികേരത്തിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, എരിവിനനുസരിച്ച പച്ചമുളക് എന്നിവ വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. ഇതേ കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. കറി തയ്യാറാക്കുന്നതിനായി ഞാൻ അടുപ്പത്ത് ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ചെറുതായി കട്ട് ചെയ്തതും 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ചു വച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കുക. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മോര് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് മോരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയ അതേ അളവിൽ തന്നെയാണ് കേട്ടോ ഞാൻ മോരും എടുത്തിരിക്കുന്നത്. മോര് ചെറുതായി ചൂടായി വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അങ്ങനെ നമ്മുടെ മോര് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ കറി തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മളുടെ റെസിപ്പീസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും.